ഒരു ശബ്ദങ്ങളെ വെട്ടി അല്ലെങ്കിൽ ഒട്ടിച്ച് അല്ലെങ്കിൽ ലെയർ ചെയ്ത് നമ്മളൊരു ലോകമുണ്ടാക്കുക. ഡി എസ് സീറയിൽ ഒരു ഇപ്പോൾ ഞാൻ അതിലൊരു സ്പോയിലറായിട്ട് പറയുന്നില്ല, പക്ഷെ അതിൽ ഒരു 4-5 മൊമെൻറ്റ്സ് ഉണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ എൻറ്റൈറ്റി വരികയും പോവുകയും ചെയ്യുന്ന. സോ സംഹൗ ലൈക്ക് ഐ എൻഡഡ് അപ്പ് ഇൻ സൗണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ അതിലൊരു വ്യക്തമായിട്ടുള്ളൊരു കാരണമൊന്നും എനിക്ക് അറിയില്ല. പിന്നെ ഒരു സർവൈവലിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ബോംബെയിൽ താമസിക്കുമ്പോൾ നമുക്ക് വാടക കൊടുക്കണം, അത്തരം കാര്യങ്ങളൊക്കെ. വിശാൽജി ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരുമ്പോൾ പുള്ളിയുടെ ഒരു വലിയ അടക്ക് പാത്രത്തിലാണ് കൊണ്ടുവരിക. അപ്പോൾ എന്നോട് പറയും, ഞാനിത്രയൊന്നും കഴിക്കില്ല, എന്തത് കഴിക്കാത്തതെന്ന് ചോദിച്ച് അത്രയും ഒരു അടുപ്പമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മയുഗത്തിലൊന്നും നാച്ചുറലായിട്ടുള്ള ഒരു സൗണ്ടും അതേപോലെ യൂസ് ചെയ്തിട്ടില്ല. സൗണ്ട് ഡിസൈനിങ് എന്ന് വെച്ചാൽ നമ്മളൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് കിട്ടി, അല്ലെങ്കിൽ നമ്മളൊരു കഥ പറയുമ്പോൾ, ഇപ്പോൾ സിനിമയോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ കഥ പറയുമ്പോൾ ആ കഥയ്ക്കൊരു പശ്ചാത്തലം ഉണ്ടാക്കുക. ആ പശ്ചാത്തലം വിഷ്വലായിട്ടുള്ള പശ്ചാത്തലമായിരിക്കും. ഇപ്പോൾ നമ്മുടെ അമ്മൂമ്മമാരോ അവരൊക്കെ കുട്ടിക്കാലത്ത് കഥ പറഞ്ഞു തന്നപ്പോൾ അവർ പലരും ചില സമയത്ത് അത് വിഷ്വൽ ഉപയോഗിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ സാഹിത്യത്തിൽ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല എഴുത്തുകാരും അവരുടെ പല കാര്യങ്ങളുടെയും നമ്മളെന്താ പറയുന്നത്, ചില സെൻസസ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു കാര്യം കൺവേ ചെയ്യാൻ, ഒരാൾ അതുപോലെ ജീവിച്ചിരുന്നു, അയാൾ അവിടെ ജീവിച്ചിരുന്നു എന്ന് പറയാൻ. അപ്പോൾ സിനിമയിൽ നമ്മളൊരാളുടെ കഥ പറഞ്ഞു പോകുമ്പോൾ അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാക്കുകയാണ്. നമ്മളതൊരു മേക്ക് ബിലീഫായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഈ മേക്ക് ബിലീഫായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി വരുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കാണുകയും നമ്മളൊരിക്കലും അധികം ശ്രദ്ധിക്കുകയും ചെയ്യാത്ത അയാളുടെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്. കാരണം ശബ്ദം എപ്പോഴും നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. കാരണം ചെവി അടയ്ക്കാനോ നമുക്ക് അടയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ പൊത്തി പിടിക്കണം, എങ്കിൽ മാത്രമേ ചെവി അടയ്ക്കാൻ പറ്റില്ല. കണ്ണ് പോലെയല്ല, കണ്ണ് നമുക്ക് അടയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ സൗണ്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ ഇങ്ങനെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശബ്ദങ്ങളെ തിരഞ്ഞെടുത്തിട്ട് നമ്മളിപ്പോൾ ഞാനിവിടെ ഇരുന്ന് വർത്താനം പറയുന്നത് എൻ്റെ ഒരു കഥയാണ് ഞാൻ പറയുന്നത്, എല്ലാ ശബ്ദങ്ങളും അതുപോലെ യൂസ് ചെയ്യണമെന്നില്ല. ആവശ്യമായുള്ള കാര്യങ്ങൾ എടുത്തിട്ട് അത് ഏതൊക്കെ രീതിയിൽ എങ്ങനെ ആളുകൾക്കൊരു കഥയുമായിട്ട് ബന്ധപ്പെട്ട്, അത് അയാളുടെ ആ കഥയുമായി ബന്ധപ്പെട്ട് റെലവൻ്റ് ആയിട്ടുള്ള ആവശ്യമായുള്ള കാര്യങ്ങൾ ആവശ്യമായ തോതിൽ കറക്റ്റായിട്ടുള്ള സമയത്ത് കേൾപ്പിക്കുക. അതാണ് ബേസിക്കലി ഒരു ഡിസൈനിങ് എന്ന് പറയുന്നത്. ഡിസൈനിങ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിലൊരു ഫിൽട്രേഷൻ നടക്കും, ഒരു സെലക്ഷൻ നടക്കും, അതിനെ ചെറുതാക്കൽ നടക്കും, വലിച്ചു നീട്ടൽ നടക്കും. ഇങ്ങനെ എല്ലാം ചെയ്തിട്ട് ഈ സൗണ്ടുകളെ കൊണ്ട് നമ്മളൊരു ലോകം ഉണ്ടാക്കുക. അതാണ് നമ്മളൊരു ബേസിക്കലി എന്ന് പറയുന്ന ഒരു സൗണ്ട് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഒരു ആശാരിയൊക്കെ ചെയ്യുന്ന പോലെ മരങ്ങളെടുത്തിട്ട് മുറിച്ചൊരു മേശ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ഒരു ശബ്ദങ്ങളെ വെട്ടി അല്ലെങ്കിൽ ഒട്ടിച്ച് അല്ലെങ്കിൽ ലെയർ ചെയ്ത് നമ്മളൊരു ലോകമുണ്ടാക്കുക. അത് ചിലപ്പോൾ അതൊരു വളരെ കോമൺ ആയിട്ട് നമുക്ക് അറിയുന്ന എന്തെന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ പിന്നാമ്പറായിരിക്കാം. ചിലപ്പോൾ ലോക എന്ന് പറയുന്ന ഒരു സിനിമയിലെ പോലെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് വേറെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹൊറർ സിനിമയായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ബി, ആ ലോകം ആ ഒരു പശ്ചാത്തലം ഉണ്ടാക്കി കൊടുക്കുക ശബ്ദങ്ങളെ കൊണ്ട്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നൊരു സൗണ്ട് ഡിസൈൻ എന്നുള്ളൊരു പ്രോസസ്സ്. ഞാനൊരു സൗണ്ട് ഡിസൈനർ ആവാൻ വേണ്ടി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്ന ഒരാളൊന്നുമല്ല. ഞാൻ എൻജിനീയറിംഗ് ആണ് പഠിച്ചത്. കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറൗണ്ട് 2001 ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു. ആ സമയത്ത് ഒരു സ്റ്റിൽ ക്യാമറ, ഒരു ഫോട്ടോഗ്രാഫിക് സ്റ്റിൽ ക്യാമറ അനലോഗ് വിവിറ്റാർ 80 എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ഫിലിം ഇട്ട് ചെയ്യുന്നത്. സോ എൻ്റെ അമ്മ എനിക്കതൊരു ഗിഫ്റ്റായിട്ട്, എങ്ങനെയാണെന്നറിയില്ല, അമ്മയ്ക്കത് ഗിഫ്റ്റായി തരാൻ തോന്നി. ആ ക്യാമറ വെച്ച് ഫോട്ടോ എടുത്തിട്ട് ഒരു സിനിമാട്ടോഗ്രാഫർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബേസിക്കലി FTAയിലും SRFTയുടെ എൻട്രൻസ് എഴുതിയത്. 2 സ്ഥലത്തും വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു, കിട്ടുമെന്നാണ് വിചാരിച്ചു, പക്ഷേ നടന്നില്ല. അവസാനം പിന്നെ SRFT എന്നവർ ചോദിച്ചു, ഞാൻ വയലിൻ പഠിച്ചിട്ടുണ്ട് കുറച്ച് കാലം, ഒരു ക്ലാസിക്കൽ മ്യൂസിക്കിലൊരു ബാക്ക്ഗ്രൗണ്ട്, പിന്നെ എൻജിനീയറിംഗ് ഉണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഫിസിക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ലൈക്ക് സൗണ്ട്? അപ്പോൾ അങ്ങനെ, അതായത് അവിടെ ചെന്ന് ഞാൻ ആദ്യം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു SRFTയിൽ സിനിമാറ്റോഗ്രാഫിക്ക്. അത് നടന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, അടുത്ത അതിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് എടുക്കുമല്ലോ എന്ന് ഇരിക്കുമ്പോഴാണ് ഒരു രാത്രി ഒരു 10-11 മണിക്കാണ് എനിക്ക് കോൾ വരുന്നത്. അവർ വിളിച്ചിട്ട് ചോദിക്കുന്നത്, ഇങ്ങനെ 3-4 സീറ്റ് നമുക്ക് ഒഴിവുണ്ട്, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പോയി ജോയിൻ ചെയ്ത ആളാണ് ഞാൻ. അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ക്യാമറയിൽ ഒരുപാട് അസിസ്റ്റ് ചെയ്യാനും ക്യാമറയുമായിട്ടുള്ള കാര്യങ്ങൾ, അന്ന് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് പഠിക്കാനും ഒരുപാട് ടൈം ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നു. പഠിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് ഞാൻ ആരെങ്കിലും ക്യാമറയിൽ അസിസ്റ്റ് ചെയ്യണം തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ പലരെയും വിളിക്കുകയും ഞാൻ ആക്ച്വലി അസിസ്റ്റ് ചെയ്ത് തുടങ്ങുകയും ചെയ്തതാണ്. സംഹൗ ലൈക്ക് എൻഡഡ് അപ്പ് ഹിയർ. അങ്ങനൊരു വ്യക്തതയായിട്ടൊന്നുമല്ല. ആളുകൾ ഇങ്ങനെ വെച്ചാൽ, നീ എൻജിനീയറിംഗ് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് നീ അവിടെ നിന്ന് ചാടി ഇതിലേക്ക് പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ അടുത്തേക്ക് ചാടാൻ വന്നു, എവിടെയെങ്കിലും ഒന്ന് ഉറച്ച് നിൽക്കുന്നതൊക്കെ എല്ലാവരും പറയുമല്ലോ.
അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇതിൽ വന്നു. പിന്നെ പഠിച്ച അവസാനമൊക്കെ നമ്മളൊരു എന്താ പറയുന്നത്, സൗണ്ട് നമ്മൾ എന്തായാലും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സൗണ്ടാണ് സ്പെഷ്യലൈസേഷനിൽ. അപ്പോൾ നമ്മുടെ ഒരു ട്രെയിനിങ് നമ്മുടെ എന്തായാലും അതിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്യാമറ എന്ന് പറയുന്നത് വെച്ചാൽ അവിടെ ആർക്കും എന്തും പഠിക്കാം, എഡിറ്റിങ്ങോ ഡയറക്ഷനോ ഒക്കെ പഠിക്കാം, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചൊരു ഇതായില്ല. പക്ഷേ നമ്മുടെ ഒരു ട്രെയിനിങ് അതിൽ കൂടെ ഓർഗാനിക്കായിട്ടൊരു ട്രെയിനിങ് അതിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സംഹൗ ലൈക്ക് ഐ എൻഡഡ് അപ്പ് ഇൻ സൗണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ അതിലൊരു വ്യക്തമായിട്ടുള്ളൊരു കാരണമൊന്നും എനിക്ക് അറിയില്ല. അഗെയിൻ ലൈക്ക് ഞാൻ പഠിച്ച് പുറത്തിറങ്ങിയിട്ട് ഞാൻ സൗണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ എനിക്ക് സൗണ്ട് ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എനിക്ക് ലൊക്കേഷനിൽ ചെന്നിരിക്കാനോ അതിൻ്റെ ഒരു പ്രോസസ്സ് എനിക്ക് അങ്ങനെ വലിയൊരു ഇതല്ല. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത് മിക്സിംഗ് ആയിരുന്നു. എനിക്ക് മിക്സ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ബോംബെയിലേക്കാണ് പോയത്. പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബോംബെയിൽ പോയി. അന്ന് ബോംബെയിൽ 7-8 സ്റ്റുഡിയോസാണ് പ്രധാനമായിട്ട് മിക്സിംഗ് സ്റ്റുഡിയോസ് ഉണ്ടായിരുന്നത്. എല്ലാവരും ഞാൻ ചെന്ന് കണ്ടു. അതിൽ 2-3 പേര് മലയാളികളാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇപ്പോഴും വളരെ അടുപ്പുള്ള ആളുകളാണ് അവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 മിക്സിംഗ് എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊരു 5 അസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവരാരെങ്കിലും പോയാലേ അടുത്തൊരാൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ലോങ് ക്യൂ ഉണ്ട്. പിന്നെ ഒരു സർവൈവലിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ബോംബെയിൽ താമസിക്കുമ്പോൾ നമുക്ക് വാടക കൊടുക്കണം, അത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഞാനൊരു സൗണ്ട് ഡിസൈനറിനെ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. സുഭാഷ് സാഹു എന്ന് പറഞ്ഞിട്ട്, ഓംകാര, കമീനെ, അങ്ങനെ ഒരുപാട് പടങ്ങൾ ചെയ്ത് വലിയൊരു സൗണ്ട് ഡിസൈനറാണ്. ഒറീസ എന്നുള്ള FTA എന്നുള്ള ഒരു ഇതാണ്. ആ പുള്ളീനെ ഒരു 6-7 മാസത്തോളം വിളിച്ചിട്ടാണ് പുള്ളി എന്നെ എടുത്തത്. അപ്പോൾ ഞാൻ പുള്ളിയുടെ ഒപ്പം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ബോംബെ സമ്മർ എന്നാണ് ഞാൻ ചെയ്ത ആദ്യത്തെ പടത്തിൻ്റെ പേര്. ഒരു മലയാളിയാണ് ഡയറക്റ്റ് ചെയ്തത്, ബട്ട് ഇറ്റ്സ് ലൈക്ക് വെരി ഇൻട്രസ്റ്റിംഗ് ഒരു ഇൻഡി ഫിലിമാണ്. പിന്നെ അവിടെ നിന്ന് പതുക്കെ പോയത്. ഞാൻ സൗണ്ടിൽ ആരും അസിസ്റ്റ് ചെയ്തില്ല. പക്ഷേ മലയാളത്തിൽ നിന്ന് എനിക്ക് ആദ്യത്തെ വർക്ക് വന്നത് സൗണ്ടിലാണ്. വീട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞ ഒരു ഇതിലാണ് വന്നത്. പിന്നെ നമ്മളെന്താ പറയുക, ആ ഒരു ഒഴുക്കിനൊത്ത് നമ്മൾ പോയി. കാരണം അതിലൊരു റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടായില്ല. പലപ്പോഴും നമുക്ക് ചോയ്സസ് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് ഒരു വഴിയിലേക്ക് എത്തിപ്പെടുകയാണ്. അല്ലാതെ അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചു പോകുന്നൊന്നുമല്ല. കമീനെ ഇപ്പോൾ വെച്ചാൽ സാറിൻ്റെ ഒപ്പം ഞാൻ വലിയ പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹിന്ദിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഒരു വട്ടം നമ്മൾ ആ ഒരു തൃശ്ശൂർപൂരം കണ്ട പിന്നെ തൃശ്ശൂർപൂരത്തിൻ്റെ പേടി മാറുമല്ലോ. തൃശ്ശൂർപൂരം ദൂരം നീങ്ങുമ്പോഴാണ്. അപ്പോൾ അതുപോലെ നമ്മളൊരു വലിയൊരു സെറ്റിൽ പോയി ഒരു 500 ആളുകളുള്ളൊരു സെറ്റിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ 3-4 ദിവസം നമുക്ക് പരിഭ്രാന്തി ഉണ്ടാവും എന്തായാലും. അതൊന്ന് പോയി കിട്ടി, അത്തരം കാര്യങ്ങളൊക്കെ പോയി കിട്ടി. പിന്നെ നമ്മളെ തന്നെ എന്തെന്ന് പറയുന്നത്, ഇവർ എക്യുപ്ഡ് ആക്കും. നമ്മളൊരു എന്താ പറയുന്നത്, സന്ദർഭത്തിനൊത്ത് ഉയരുക എന്ന് പറഞ്ഞൊരു സംഭവം ലോകത്തിലെല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് പോവും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ വളരെ സാധാരണ മനുഷ്യന്മാർ തന്നെ. കാരണം സാറിൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഞാൻ ഒരുപാട് സാറിൻ്റെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതായത് രേഖാജിയുടെ കാലത്ത് ഞാൻ വിശാൽജിയുടെ സ്റ്റുഡിയോയിലേക്ക് മോർണിംഗിൽ പോകുമ്പോൾ രേഖാജി ഏകദേശം ഞാൻ നേരത്തെ പോകും, എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ കാലത്ത് 8 ആകുമ്പോഴേക്കും അവിടെ എത്തും. ആ സമയത്ത് രേഖാജി അവിടെ ഇരുന്നിട്ട് സാധകം ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാനതിരുന്ന് കേൾക്കും. ഏകദേശം ഒരു 9 മണി 9:30 വരെയൊക്കെ കേൾക്കും. അപ്പോൾ അവരെന്നോടൊരു എന്താ പറയുന്നത്, വളരെ ഒരു മോനോടോ അല്ലെങ്കിൽ ഒരു വളരെ അനിയനോടൊക്കെ പോലുള്ളൊരു ഇതാണ്. വരൂ, കയറിയിരിക്കും, ചായ കുടിച്ചു, അങ്ങനെയൊക്കെയുള്ളതാണ്. അതുപോലെ വിശാൽജി ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരുമ്പോൾ പുള്ളിയുടെ ഒരു വലിയ അടക്ക് പാത്രത്തിലാണ് കൊണ്ടുവരിക. അപ്പോൾ എന്നോട് പറയും, ഞാനിത്രയൊന്നും കഴിക്കില്ല, എന്തത് കഴിക്കാത്തതെന്ന് ചോദിച്ച് അത്രയും ഒരു അടുപ്പമുണ്ടായിരുന്നു. അടുപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ അവരെല്ലാവരോടും ഈ അടുപ്പം കാണിക്കുന്നുണ്ട്. ഓക്കെ ഉണ്ട്. പിന്നീട് അവരുടെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിച്ചു. വിശാൽജീനെ ഒപ്പം ഒരുമിച്ച് ഒരു അവാർഡ് മേടിക്കാൻ ഉള്ളൊരു അവസരം ഉണ്ടായി കാർബണിൽ. അന്ന് ഹോട്ടലിലൊക്കെ വെച്ച് കണ്ടപ്പോൾ വിശാൽജിക്ക് ഓർമ്മയുണ്ടായി. അതൊക്കെ വലിയൊരു കാര്യമാണ്. ഈ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് എനിക്ക് കോൾ വരുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. കാരണം ഞാൻ സാറിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബേസിക്കലി എന്താണെന്ന് പറയുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ശരിക്കും എൻ്റെ പഠനം. അതായത് എങ്ങനെയാണ് ഒരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഗുരുക്കളായിട്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നെ പഠിപ്പിച്ച ടീച്ചർമാരല്ല ഒരുപാട് പേരുണ്ട്. നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഇപ്പോൾ സാഹു സാറോ, മലയാളികളായിട്ടുള്ള പ്രമോദ് തോമസ്, ബോബി ജോൺ, അങ്ങനെ ഒരുപാട് പേര് നമ്മൾ കണ്ട സിനിമകൾ ഒക്കെ. അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ടാണ് എനിക്ക് കോൾ വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു പടമുണ്ട്, അതായത് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഓൾമോസ്റ്റ് ലഡാക്കിലൊക്കെ പോയി ഷൂട്ട് ചെയ്യണം, 18,000 അടി മുകളിലൊക്കെ പോയിട്ട് കർദുങ് പാസിലൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ആദ്യത്തെ പടമാണ്. ഞാൻ ആരെയും സൗണ്ടിൽ അസിസ്റ്റ് ചെയ്തിട്ടില്ല. വളരെ എന്താ പറയുന്നത്, ഒരു ധൈര്യത്തിൽ അത് ഏറ്റെടുക്കുകയും അത് ചെയ്യാൻ പോവുകയാണ് ചെയ്തത്. പക്ഷേ അതൊരു വളരെ എന്തെന്ന് പറയുന്നത്, നമുക്ക് വളരെ വെൽക്കമിങ് ആയിട്ടുള്ളൊരു ക്രൂവും അന്ന് പൃഥ്വിരാജ്, അതുപോലെ വലിയ പേരുകളാണ് അതിലുള്ളത്. ഓക്കെ, ഇന്ദ്രജിത്ത്, അങ്ങനെ അന്നൊക്കെ ആളുകൾ. അത് വളരെ രസമായിട്ടുള്ളൊരു ഇതായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഒരു എന്താ പറയുന്നത്, എല്ലാം കൺഫർമേഷനോ കൺവിൻസിങ്ങോ ആയിട്ടല്ല എല്ലാം ചെയ്യുന്നത്. ഇതൊന്ന് ചെയ്ത് നോക്കാം, നമ്മൾ
അസിസ്റ്റ് ചെയ്ത് പഠിച്ചിട്ടോ അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്ത് കണ്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ചെയ്യാണ്. ഒരുപാട് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ അന്നൊരു സാധനം ചെയ്യുമ്പോൾ അതിലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തിരുന്നു. ആദ്യമായി ചെയ്യുന്നതിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് നിലനിർത്തി കൊണ്ടുപോരുക എന്നുള്ളതാണല്ലോ പിന്നീട് വരുന്നത്. അപ്പോൾ നമ്മളൊരു സൗണ്ട് ഡിസൈനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏത് ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പടം പോലെ തന്നെ എല്ലാ പടവും ചെയ്യാൻ പറ്റുക, അത്രയ്ക്കും ഒരു എന്താ പറയുന്നത് കൗതുകവും അത്രയ്ക്കൊരു സിൻസിയറിറ്റിയും ഒരു സ്നേഹവും ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് ബാക്കി എല്ലാത്തിനും മാറ്റി വെച്ച് നമ്മൾ ചെയ്യുന്ന കാര്യം എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നീട് അത് നടക്കില്ല. ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്ത് നമുക്കൊരു മെച്യൂരിറ്റി വരും. പല സമയത്തും നമുക്ക് എന്താ പറയുന്നത് ഞാൻ ചെയ്യുന്ന സാധനങ്ങൾ കേൾക്കണം, ആ ഒരു ഈഗോ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളൊരു നെഗോഷിയേഷൻ കോൺഫ്ലിക്ട്സ് ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ മാറി ഇപ്പോൾ നമ്മളൊരു സിനിമേനെ ടോട്ടാലിറ്റിയിൽ കാണാനും അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെക്കാനും അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ പല കാര്യങ്ങളും വേണ്ടി വരില്ല എന്ന് അങ്ങനെ ചെയ്യാനുള്ളൊരു ഒരു 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 എന്താ പറയുന്നത് അത് പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ബ്രഹ്മയുഗം രാഹുലിൻ്റെ ഒപ്പം ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് വളരെ നാച്ചുറലായിട്ട് അടുത്ത പടത്തിന് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നുള്ള രീതിയിൽ രണ്ടാമത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് രാഹുൽ വിളിക്കുകയും അത് ചർച്ച ചെയ്യുകയും പിന്നീട് ഞാനത് സിങ് സൗണ്ട് അല്ല ഈ പടം, ഇതെന്താ പറയുന്നത് ഷൂട്ട് പെട്ടെന്ന് തീർന്നു. എനിക്ക് ഫസ്റ്റ് ആയിട്ടായിട്ട് തന്നു, നമ്മൾ കണ്ട് ചർച്ച ചെയ്തു. അപ്പോൾ രാഹുലിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് വെച്ചാൽ രാഹുൽ ഒരു മിനിമലിസത്തിൻ്റെ ആളാണ്. രാഹുലിന് വേണ്ട കാര്യങ്ങൾ ബേസിക്കലി നമുക്ക് സ്ക്രിപ്റ്റിൽ തന്നെ പലപ്പോഴും നിർദ്ദേശങ്ങളുണ്ടാവും. ഇപ്പോൾ ബ്രഹ്മയുഗത്തിലൊക്കെ ഒരുപാട് സൗണ്ട് ക്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലും സൗണ്ട് ക്യൂസ് ഉണ്ട്. ഇപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ പടം കണ്ടാൽ ഇതിൽ ചില സൗണ്ടുകളൊക്കെ തന്നെ വളരെ ഇതായിട്ടുള്ള സൗണ്ടുകൾ നമ്മളെന്താ പറയുക സ്ഥിരം യൂസ് ചെയ്യുന്ന പല സൗണ്ടുകൾ നമ്മൾ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പടത്തിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ ഞാനിത് ഒരു ക്യൂ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചപ്പോൾ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമയിൽ അർജുൻ പറയുന്നൊരു ഡയലോഗുണ്ട്. അതിൽ പറയുന്നൊരു ഡയലോഗ് വെച്ചാൽ ഒരു മാവ് പോലും പൂക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഒരു ഡയലോഗിൽ. അപ്പോൾ ഇയാൾ രാവിലെ എണീറ്റ് നടന്ന് നാട്ടിൽ നിന്ന് ഓടി വന്നിട്ട് ഒരു കാട്ടിക്കൂടെ നടന്ന് അയാൾ എത്തിപ്പെടുന്നൊരു സ്ഥലം, എവിടെയോ ഒരു സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ അതുവരെ കേട്ടൊരു സ്ഥലമോ അതുവരെ കണ്ടൊരു സ്ഥലമോ അല്ല, എല്ലാം എന്തെന്ന് പറയുന്നത് എന്താ പറയുക മരണം തളം കെട്ടി നിൽക്കുന്നു അങ്ങനെ എന്നതിന് പറയാൻ എനിക്കറിയില്ല. ഒരു വല്ലാത്തൊരു സ്ഥലം. അത് എന്താണെന്നുള്ളത് അത് മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി സമയമെടുത്തു. കാരണം എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളൊരു സമയം ഉണ്ടാക്കാൻ അത് ഇത്തിരി ടൈം എടുത്തു. പക്ഷേ ഇങ്ങനെയുള്ള ക്യൂസ് നമ്മളതിനെ സഹായിച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറയുന്ന ചില ഡയലോഗുകൾ, ചില സ്ക്രിപ്റ്റിലുള്ള ക്യൂസ്, ഇങ്ങനത്തെ ക്യൂസ് ഉണ്ട്. അപ്പോൾ അതായത് മാവ് പോലും പൂക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? അപ്പോൾ അതിനൊരു എന്തൊക്കെയായിരിക്കും ലെയേഴ്സ് വേണ്ടത്? ഇപ്പോൾ എന്താ പറയുന്നത് ഒരു ടഫാണ്. അതായത് ഒരു സൗണ്ടും ഇല്ലാത്തൊരു സ്ഥലം ഉണ്ടാക്കിയെടുക്കാനും ഭയങ്കര ടഫാണ്. അതിന് 100 ലെയർ ചിലപ്പോൾ വേണ്ടി വരും സൗണ്ട്. കാരണം സൗണ്ട് അവിടെ ഇല്ല എന്നുള്ള ഫീൽ ഉണ്ടാക്കാൻ നമ്മളെല്ലാ സൗണ്ടും മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സൗണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു ഫീല് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സമയം എടുത്തു. ഇപ്പോൾ നിങ്ങൾ ആ പടം നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മയുഗത്തിലൊന്നും നാച്ചുറലായിട്ടുള്ള ഒരു സൗണ്ടും അതേപോലെ യൂസ് ചെയ്തിട്ടില്ല. എല്ലാ സൗണ്ടും പിച്ച് ഷിഫ്റ്റ് ചെയ്തിട്ടും കുറച്ചൊക്കെ വികൃതമാക്കിയിട്ടും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ക്രിക്കറ്റ്സിൻ്റെ സൗണ്ടൊക്കെ മാറ്റിയിട്ടുണ്ട്, എല്ലാ സൗണ്ടും മാറ്റിയിട്ടുണ്ട്. കാരണം ഒരു സൗണ്ട് പോലും അതിൽ നമ്മൾ റിയൽ ലൈഫിൽ കേൾക്കുന്ന ഒരു സൗണ്ടായിട്ട് നാച്ചുറൽ സൗണ്ട്സ് കിട്ടും. ഞാൻ പറയുന്ന ഒരാൾ ഇരിക്കുന്നു പിടിക്കുന്നു അങ്ങനത്തെ സൗണ്ടല്ല, ബാക്കിയുള്ള അറ്റ്മോസ്ഫിയറിക് സൗണ്ട്സ് എല്ലാം തന്നെ അതിൽ ഓൾമോസ്റ്റ് അതിൽ റീവർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ സൗണ്ടും റീവർക്ക് ചെയ്തിട്ടുണ്ട്. തുമ്പിയുടെ സൗണ്ട് പോലും അതിൽ നമ്മൾ കേൾക്കുന്ന ചില തുമ്പികളൊക്കെ ഉണ്ട് അതിൽ, ആ തുമ്പികളുടെ സൗണ്ട് പോലും അത് മാറ്റിയിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. ഞാനങ്ങനെ ഒരു കഥാപാത്രമായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ DS ഹീറോയുടെ ഒരു ഉദാഹരണം എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ DS ഹീറോയിൽ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സ്പോയിലറായിട്ട് പറയുന്നില്ല, പക്ഷെ അതിൽ ഒരു 4-5 മൊമെൻറ്റ്സ് ഉണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ എൻറ്റൈറ്റി വരികയും പോവുകയും ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ സമയത്ത് നമ്മൾ പലപ്പോഴും അതിൻ്റെ നമ്മളൊരു സൗണ്ട് മോട്ടീഫ് എന്ന് പറയാം. അതായത് ഒരു വട്ടം അത് വന്നപ്പോൾ നമ്മൾ ആ സൗണ്ട് അവിടെ ഇട്ടു. ഇനിയിപ്പോൾ ആ സൗണ്ട് വരുമ്പോൾ തന്നെ ആളുകൾ അതായിട്ട് കണക്ട് ചെയ്യും, ഇത് വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടൊരു കണക്ഷൻ ആൾക്കാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. അത് മ്യൂസിക് ആയാലും ഒരാൾക്കുള്ള തീം മ്യൂസിക് ചെയ്യുന്ന പോലെ, ഒരു എൻട്രി ചെയ്യുന്ന പോലെ നമ്മൾ ആ തീം മ്യൂസിക് നമുക്ക് ചെയ്തുണ്ടാക്കുന്ന പോലെ തന്നെ അയാൾക്കുള്ളൊരു പർട്ടിക്കുലർ ഒരു സൗണ്ട്, ആ സൗണ്ട് കേട്ടാൽ മതി ആളുകൾക്ക് സൈക്കോളജിക്കലി അതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൊക്കെ അതുപോലത്തെ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇതിലൊരു 2-3 സൗണ്ട് മോട്ടീവ്സ് നമ്മൾ DS ഹീറോയിലുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരു ഓർമ്മ വരുന്നൊരു ഇതെന്ന് പറഞ്ഞാൽ കുമ്പളങ്ങി നേച്ചിലൊരു സീനുണ്ട്. അതായത് ഷമ്മി
അനിയത്തിനെ വിളിച്ചിട്ട് മോളെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അയാളൊരു ഒരു മൊറാൽ ഒരു പ്രസംഗം ചെയ്ത് ഈ പെൺകുട്ടി, അപ്പം എന്നിട്ട് ഈ പെൺകുട്ടി റെസിസ്റ്റ് ചെയ്യുന്നതും, പിന്നീട് ഇയാളുടെ ഭാര്യ ഗ്രേസ് ചെയ്യുന്ന കഥാപാത്രം ഇയാളോട് പറയുന്നത് മോളെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇയാൾ മുക്ക് ചാരി നിൽക്കുന്നതായിട്ടുള്ള കോർണറിൽ ഇങ്ങനെ ചാരി നിൽക്കുന്നതായിട്ടുള്ളൊരു നിൽക്കുന്നൊരിത്. ആ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്മോസ്റ്റ് വളരെ മിനിമൽ മ്യൂസിക്കും അറ്റ്മോസ്റ്റ് സൈലൻസ് പോലെ, അതായത് നൈറ്റിൻ്റെ സൗണ്ട് മാത്രമായിട്ട് വരുന്നൊരു ഇതാണ്. അപ്പോൾ ആ സീൻ ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു അബ്നോർമാലിറ്റി കൊണ്ടുവരണ്ടേ എന്നുള്ളതൊരു ഒരു ഒരു സംഭവം എനിക്ക് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുന്നത്, മധു നാരായണനോട് പറയുക അതൊന്നുമല്ല, നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇപ്പോൾ പലരും കേൾക്കാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ വരാറുണ്ട്. അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം, എവിടെയോ വെച്ചിട്ട് സമയം നിന്നു പോകുന്നു എന്നുള്ളൊരു സാധനം എന്തൊരു തോട്ടിൽ വന്നിട്ട് ആ സിനിമയിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ അവിടെ റൂമിലുണ്ടായിരുന്ന ക്ലോക്കിൻ്റെ സൗണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അത് ആളുകൾക്ക് സൈക്കോളജിക്കലി എഫക്റ്റ് ചെയ്തോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആരും എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്ന ആരും അത് കേട്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാനത് ഒരുപാട് ഇരുന്ന് വർക്ക് ചെയ്തൊരു സീനാണത്. കാരണം ഒരു പർട്ടിക്കുലർ സ്ഥലത്തെത്തുമ്പോൾ നമ്മളതിൻ്റെ ഒരു അത് സതയം എന്ന് പറഞ്ഞ സിനിമയിൽ അങ്ങനെ ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് ഞാൻ അത് അങ്ങനെ ഒരു സാധനം കിട്ടിയത്. അതായത് സതയത്തിൽ മോഹൻലാലിനെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം കാലത്ത് ആരംഭിക്കുന്നവരൊരു ക്ലോക്കിൻ്റെ ടിക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അതിങ്ങനെ പോയി അത് നമ്മുടെ മനസ്സിൽ ആ ക്ലോക്ക് ടിക്ക് ഇങ്ങനെ കിടന്ന് രാത്രി എപ്പോഴും മുരളിയുടെ ക്യാരക്ടർ വന്നിട്ട് അത് തൂക്കിക്കൊല്ലുന്നത് സ്റ്റേ ചെയ്യാൻ വേണ്ടി വിധിച്ചു. അപ്പോൾ ഈ ക്ലോക്ക് ടിക്ക് നിൽക്കുന്നുണ്ട്. അതുവരെ ക്ലോക്ക് ടിക്ക് നിൽക്കുമ്പോഴാണ് നമ്മൾ ഇതുവരെ ഇത്രയും നേരം ക്ലോക്ക് ഉണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം കിട്ടും, നമുക്കൊരു ആശ്വാസം വരുന്നത്. അപ്പോൾ അതുപോലൊരു ഇത് ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതെനിക്ക് തോന്നുന്നു ദാറ്റ് ഡിഡ്ന്റ് വർക്ക്. അതിലും അങ്ങനെ അത് അറിയില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ കാണുമ്പോൾ അത് കേൾക്കുമെന്ന് എനിക്കറിയില്ല. സൈലൻസ് എന്നുള്ള ഡിസിഷൻ എനിക്കായിട്ട് പലപ്പോഴും എടുക്കാൻ പറ്റില്ല ആസ് എ സൗണ്ട് ഡിസൈനർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡയറക്ടോറിയലായിട്ടുള്ള ഡിസിഷനാണിത്. ഓക്കെ, ഇതൊരു ഡയറക്ടോറിയലാണ്. കാരണം ഇപ്പോൾ ഒരു സീനിൽ നമുക്ക് സൈലൻസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് മ്യൂസിക് വേണ്ടാത്ത അവസ്ഥ തന്നെയാണ് ഇവിടെ സൈലൻസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മ്യൂസിക് വേണോ വേണ്ടയോ എന്നുള്ളത് പലപ്പോഴും അതിൽ വിയോജിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, മനസ്സിലായോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് എക്സാക്ട്ലി നമ്മളൊരു കാണികളുടെ അഭിരുചിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാണികൾക്ക് ഈ ലാഗ് എന്ന് പറയുന്നൊരു ടേം ഉള്ളിടത്തോളം കാലം നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും മ്യൂസിക് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. കാരണം പല സമയത്തും, കാരണം ഇതൊരു എന്താ പറയുന്നത്, ആളുകൾക്ക് അതുണ്ടെങ്കിലാണ് ആ സീനിനൊരു വർക്കാവുള്ളൂ. പലപ്പോഴും സിനിമ കാണുമ്പോൾ, കാരണം ഇതൊന്നും ഇല്ലാതെയാണ് നമ്മൾ വളരെ ബെയറായിട്ടാണല്ലോ എനിക്കൊക്കെ സിനിമ കിട്ടുന്നത്. കാണുമ്പോൾ പലപ്പോഴും ഇതൊന്നും ഇല്ലാത്ത സിനിമയ്ക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ഫീൽ ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ വ്യൂയിങ് ഹാബിറ്റ്സായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ എങ്ങനെയാണ് വ്യൂവേഴ്സിനെ കണ്ടീഷൻ ചെയ്യുന്നത്, നമ്മൾ അതുപോലെയാണ്. ഇപ്പോൾ പണ്ട് ആൾക്കാർ ഇറാനിയൻ പടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയും പടം ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലാവും. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ പടം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ, അറിയോ. ഇപ്പോൾ നമ്മൾ ഹോളിവുഡ് പടങ്ങളൊക്കെ നമ്മൾ അതുപോലെയുള്ള മ്യൂസിക്കൊക്കെ വെച്ച് നമുക്ക് എൻജോയ് ചെയ്യും, അതുപോലത്തെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലൊക്കെ മിക്സ് ചെയ്യും. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്കതിനെ ഇതില്ലാതെ നമുക്ക് പറ്റില്ല. അത് എല്ലാ സിനിമയിലും സാധിക്കാറില്ല, ചില സിനിമയിൽ അത് നടക്കാറുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബേസിക്കലി ഒരു പരസ്പര ബഹുമാനം അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് മ്യൂസിക് കൊണ്ടായിരിക്കും കഥ പറയേണ്ടി വരിക, ചില സമയത്ത് നമുക്ക് സൗണ്ട് കൊണ്ടായിരിക്കും കഥ പറയേണ്ടി വരിക. അപ്പോൾ അതായത് ചില സിനിമയിൽ ഒരു ബീപ്പ് ടു ബീപ്പ് മ്യൂസിക് കിട്ടുകഴിഞ്ഞാൽ മ്യൂസിക്കിനൊരു റെലവൻസോ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റോ ഇല്ലാത്തൊരവസ്ഥ വരാറുണ്ട്, പലപ്പോഴും അത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ DSC റേഡിയൊക്കെ ഒരു എക്സാമ്പിൾ എടുത്ത് സംസാരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ 2 പടം വർക്ക് ചെയ്താണ് ക്രിസ്റ്റോ സിവൻ്റെ ഒപ്പം. അപ്പോൾ ക്രിസ്റ്റോൻ്റെ മ്യൂസിക് എന്ന് പറയുന്നതും എൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു കോംപ്ലിമെൻ്ററി ആയിട്ടാണ് പോവാറ്. നമ്മൾ എവിടെ വെച്ചിട്ടും നമുക്കൊരു മിക്സിൽ ഒരിക്കൽ പോലും നമുക്ക് എന്താ പറയുന്നത് ക്ലാഷസ് ഒന്നും വരാറില്ല. ടെക്നിക്കലി നമുക്കൊരു ക്ലാഷ് വരാറില്ല. കാരണം ഞങ്ങളിത് ഇവൻ സുഷിൻ്റെ ഒപ്പം ചെയ്ത പ്രോജക്റ്റിലും ഒക്കെയും എനിക്ക് എന്താ പറയുന്നത്, ഞാനൊരു സാധനം ചെയ്തിട്ട് സുഷിനെ അയച്ചു കൊടുക്കും, സുഷിൻ അത് കഴിഞ്ഞിട്ട് എനിക്കത് അയച്ചു തരും. അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പോൾ ഉള്ളൊഴുക്കിലായാലും ശരി, കുമ്പളങ്ങി നൈറ്റ്സിലായാലും ഇതിലൊക്കെ ഇങ്ങനെയുള്ളൊരു കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ അത് ഷെയറിങ്ങുകൾ നടന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാണ് വർക്ക് ചെയ്യാൻ. കാരണം നമുക്കറിയാം ഇയാൾ ഇതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഇപ്പോൾ DSC എന്ന് പറഞ്ഞ സിനിമയിൽ പല സ്ഥലത്തും മ്യൂസിക് ഏതാണ്, സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സൗണ്ട്സ് ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പല സ്ഥലത്തും അത് എന്താ പറയുക അത്രയും ജെല്ലായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ അത് ബേസിക്കലി അതൊരു
നമ്മളെവിടെയും ക്ലാഷ് ചെയ്യുന്നില്ല, ഫ്രീക്വൻസി വെച്ചിട്ടോ അതൊന്നും വെച്ചിട്ട് ക്ലാഷ് ആവുന്നില്ല, ലൗഡ്നെസ് വെച്ചിട്ടോ. പിന്നെ അതിൻ്റെ പാനിങ്ങും എല്ലാം കൂടി ചേർന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ ഡെസിഷൻസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് വളരെ കറക്റ്റായിട്ട് നമ്മളത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഡയലോഗിനെ ഹർട്ട് ചെയ്യാതെ, എന്നുവെച്ചാൽ ഡയലോഗ് കേൾക്കണം, ആൾക്കാർ ഒരാൾ സംസാരിക്കുമ്പോൾ ഡയലോഗ് കേൾക്കണം, എന്താണ് കേൾപ്പിക്കേണ്ടത്, എവിടെയാണ് കേൾപ്പിക്കേണ്ടത് എന്നുള്ളതാണല്ലോ ഇതിൻ്റെയൊക്കെ തീരുമാനങ്ങൾ. അത് വളരെ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എല്ലാ സിനിമയിലൊന്നും അത് നടക്കാറില്ല. പല സിനിമയിലും നമുക്ക് ഡയലോഗ് കേൾപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരാറുണ്ട്, എന്നുവെച്ചാൽ സ്ഥലേ കിട്ടാറില്ല. ചില സിനിമകൾ ഞാൻ അധികവും എനിക്ക് താല്പര്യമുള്ള സിനിമകൾ വെച്ചാൽ യൂറോപ്യൻ സിനിമകളാണ്. എനിക്ക് റഷ്യൻ സിനിമ വെച്ചാൽ ഞാനതൊരു പറയുന്നത് നമ്മൾ പഠനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇപ്പോൾ നമ്മളിവിടെ നിന്ന് പലതരത്തിലുള്ള സിനിമ ഉണ്ട്, അവിടെ പോയിട്ട് ആ സിനിമയായിട്ട് യോജിക്കാൻ ഒരുപാട് സമയമെടുത്തു. നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ സമയത്ത് കാണുന്ന സിനിമകളെല്ലാം അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ഡിഫറൻറ്റ് സിനിമകൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇത് ആയിട്ട് യോജിക്കാൻ വീണ്ടും സമയമെടുത്തു. പക്ഷേ എങ്കിലും നമ്മുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കണ്ട സിനിമകൾ ഇപ്പോഴും ഒരുപാട് മനസ്സിൽ നിൽക്കുന്നുണ്ട്. എസ്പെഷ്യലി ലൈക്ക് പോളിഷ് സിനിമകളും, അല്ലെങ്കിൽ എന്താ പറയുന്ന ഈ ക്രിസ്റ്റഫ് കീസ്ലോസ്കിയുടെ പടങ്ങളായാലും റഷ്യ എന്നുള്ള ചില പടങ്ങളായാലും, ഇവരൊക്കെ വളരെ മിനിമം ടെക്നോളജി വെച്ചാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള വർക്കുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹോളിവുഡിലും ഉണ്ട്. ഹോളിവുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാവുന്ന ഫോർമാറ്റുകൾ ഹോളിവുഡിൽ നിന്നാണ്. ഇപ്പോൾ ഹാർട്ട് ലോക്കർ, അങ്ങനെ ഒരുപാട് സിനിമ ഉണ്ട്. ഇപ്പോൾ ഞാൻ നാളെ കണ്ട വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ ഒരുപാട് സിനിമകൾ അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിൽ വരും. പക്ഷേ എങ്കിലും കൂടുതൽ സ്നേഹം എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്നുള്ള പലപ്പോഴുള്ള ഈ ഈസ്റ്റ് യൂറോപ്യൻ പടങ്ങളൊക്കെയാണ് പലപ്പോഴും പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന സിനിമകൾ. എനിക്കധികവും വിളി വരുന്നത് എന്നെ ആവശ്യമുള്ള ഡയറക്ടേഴ്സാണ് വിളിക്കുന്നത്. ഞാനെപ്പോഴും സ്ക്രിപ്റ്റ് ചോദിക്കാറുണ്ട്. കാരണം ബേസിക്കലി എന്താണ് എന്നറിയണം. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക ബഡ്ജറ്റിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് ചോദിക്കാറുണ്ട്. നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് ബേസിക് ഐഡിയ കിട്ടും, ഇവിടെ എന്തൊക്കെയാണ് വർക്കാവുന്നത്. നമുക്ക് ഒരുപാട് സിനിമകൾ നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചതിൻ്റെ ഒക്കെ അടുത്തേക്ക് തന്നെ നമുക്ക് കിട്ടാറുണ്ട്. നമുക്ക് അങ്ങനെ ഒരു മെഷർ ചെയ്ത് വായിക്കാൻ പറ്റാറുണ്ട്. ചില പ്രോജക്റ്റുകൾ, അതായത് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്ന പ്രോജക്റ്റുകൾ എനിക്ക് തോന്നുന്നു വളരെ എന്താ പറയുക കുറച്ചാണുള്ളത്. അതായത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇതൊരു രക്ഷയില്ല, അതായത് എനിക്കിതിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റുകൾ കുറവാണ്. പക്ഷേ എന്തെങ്കിലും ഡയറക്ടോറിയലായിട്ടുള്ളൊരു വിഷനുള്ള പ്രോജക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ താല്പര്യമാണ്. അങ്ങനെ ചലഞ്ച് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ പ്രോജക്റ്റും ഇപ്പോൾ DSCയുടെ വലിയ ചലഞ്ചായിരുന്നു. എന്നെ വെച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നത് ഈ സൈലൻസ് ആളുകൾ ഇങ്ങനെ എടുക്കും. ഒരു തിയേറ്ററിൽ ഇത്രയധികം സൈലൻസ് വരുമ്പോൾ ഇവിടെ ആളുകൾ എത്രമാത്രം സിവിലൈസ്ഡ് ആയിട്ട് അതുമായിട്ട് റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ആളുകൾ മിണ്ടാതിരിക്കുമോ, ആളുകൾ ഈ മോശമായുള്ള സൗണ്ടുകളൊക്കെ ഉണ്ടാക്കി, അതായത് ആ വ്യൂയിങ് എക്സ്പീരിയൻസ് നശിപ്പിക്കുമോ എന്നൊക്കെ ഉള്ളൊരു വലിയൊരു ചിന്ത ഉണ്ടായിരുന്നു. ഞാനിവൻ രാഹുലിനോട് പറയുകയും ചെയ്തു, അതായത് പടം തുടങ്ങുമ്പോൾ നമ്മളിത് എഴുതി വെക്കണോ, അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ, അല്ലെങ്കിൽ DND പോലെയൊക്കെയുള്ള ഷോ ഉണ്ട്. ഇപ്പോൾ സത്യത്തിലൊക്കെ അവർ ഫോണും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് എന്തെങ്കിലും ചെറിയൊരു ഡിസ്റ്റർബൻസിൻ്റെയൊക്കെ പുറത്തിറങ്ങി, അങ്ങനെയൊന്നും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല അത്രയൊന്നും. പിന്നെ ചലഞ്ചിങ് ആയിട്ടുള്ള വെച്ചപ്പോൾ ഭ്രമയുഗം ചലഞ്ചിങ് ആയിട്ടുള്ളതാണ്. ഉള്ളൊഴുക്ക് ഭയങ്കര ചലഞ്ചിങ് ആണ്. റെക്കോർഡിങ് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. ഫുൾ ടൈം മഴ പെയ്യുമ്പോൾ ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഡയലോഗ്സ്, അത് സിങ് സൗണ്ടാണ്. ഉർവശി ചേച്ചിനെ പോലും പാർവതിനെ പോലും രണ്ടുപേരും, അതും ഒരുപാട് ലെവൽസ് ഒന്നും ഇല്ലാത്ത ഡയലോഗ്. ഫുൾ ടൈം മഴ പെയ്യാണ്. അത് മഴ പെയ്ച്ചതാണ്, അതായത് നാച്ചുറൽ മഴയല്ല. ഉള്ളൊഴുക്കിൽ 99% പൈപ്പ് വെച്ച് അടിച്ച മഴയാണ്. അപ്പോൾ അതിൻ്റെ റെക്കോർഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് അത് റെക്കോർഡ് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ എല്ലാ പടത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ചലഞ്ച് ഇൻട്രസ്റ്റ് വരാറുണ്ട്. അതാണല്ലോ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് വർക്ക് ചെയ്യാൻ. ഒരാൾ എൻ്റെ അച്ഛനാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ഒരു മുമ്പോട്ടുള്ള ജേണിയിൽ ആദ്യത്തെ ഒരു 10-15 കൊല്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊല്ലമാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഒരുപാട് സ്നേഹവും ഒരുപാട് സ്വാതന്ത്ര്യവും, പിന്നെ എന്താ പറയുക നമ്മൾ തന്നെ പുസ്തകങ്ങളുടെ ലോകത്തേക്കും, അതായത് ഒരു കൾച്ചർ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ ഏറ്റവും മുഖ്യ കാരണം എൻ്റെ അച്ഛനൊക്കെ ആയിരിക്കും. അച്ഛനും അമ്മയൊക്കെയാണ്. നമ്മൾ ജനിച്ചു വളർന്ന ആ ചുറ്റുപാടാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ജോയിൻറ്റ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. എല്ലാവരും എൻ്റെ ഒരു 10-12 കസിൻസും എല്ലാവരും ഒരുമിച്ച് വളർന്നുള്ള ഒരാളാണ് ഞങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും നമ്മളതിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴാണ് അത് മനസ്സിലാവുന്നത്. ഇപ്പോൾ എനിക്ക് അറൗണ്ട് 45 ഇയേഴ്സായി. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇവരൊക്കെയാണ് നമ്മളതിനെ കാലത്ത് എണീക്കുമ്പോൾ എവറി ഡേ ഞാൻ ആലോചിക്കുന്നത് ഇവരെ കുറിച്ചാണ്. അതായത് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ. പിന്നെ എന്തായാലും നമ്മളെ പഠിപ്പിച്ച ഓരോ ടീച്ചർമാരും, അതായത് മലയാളം പഠിപ്പിച്ചതായാലും എല്ലാ ടീച്ചർമാരും, അതൊക്കെ എനിക്ക് തോന്നുന്നത് ഈച്ച് ആൻഡ് എവരിബഡി അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ട്. അത് എന്താണെന്ന് ഇങ്ങനെ ഒരു വ്യക്തമായിട്ടൊരു മെറ്റീരിയലൈസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ
അത് വരാറുണ്ട്, മനസ്സിലേക്ക് പലപ്പോഴും അത്തരം കാര്യങ്ങൾ വരാറുണ്ട്. അതെ, എനിക്കൊന്ന് മാജിക് ഫ്രെയിംസിൻ്റെ ഏതൊക്കെയോ തിയേറ്ററിൽ വന്നു എന്നൊക്കെ. അത് അത്തരം കാര്യങ്ങൾ ഇപ്പോൾ എന്താ ചെയ്യുക നമ്മളിപ്പോൾ? അത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളായിട്ട് അത് ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. അല്ല, ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു കൂട്ടായുള്ളൊരു ഇതാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ നമ്മളൊക്കെ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും വളരെയധികം അത് ബെറ്ററാണ്. ഞാൻ ഇത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് പേടിയുണ്ടായിരുന്നു ഈ കാര്യത്തിൽ. ഇയാളുടെ ആ വീട്ടിലൊക്കെയുള്ള സീൻസിലൊക്കെ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു, എങ്ങനെ ആൾക്കാർ ഇത് ഉണ്ടാവുമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് ആളുകൾ മാത്രമല്ല, ഇത്രയധികം എനിക്ക് അപ്രീസിയേഷൻ കിട്ടുന്നൊരു സിനിമ, ഒരു കമേഴ്ഷ്യലി വിജയം കൂടിയായിട്ടുള്ളൊരു സിനിമ. ഈച്ച് ആൻഡ് എവരി സൗണ്ട് ചില ആളുകൾ വിളിക്കുമ്പോൾ പറയുന്നുണ്ട്, അതായത് ആ സൗണ്ട് ഈ സൗണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഈ സൗണ്ടുകളൊക്കെ എല്ലാ പടത്തിലും ഉണ്ട്. അത് കേൾക്കാനൊരു അവസരം കൊടുക്കുമ്പോഴാണ് അത് കേൾക്കുന്നത്.